ചിത്രകാരൻ, അധ്യാപകൻ, അവാർഡ് ജേതാവും കൂടിയായ ദേവശില്പി സുനിൽ തഴക്കര ആചാരാനുഷ്ഠാനങ്ങളോടെയും ഭദ്രകാളിയുടെ തിരുമുടി നിറച്ചാർത്തോടുകൂടിയും പൂർണ്ണതയിലെത്തിച്ചിരിക്കുകയാണ്. ലോക മാതാവായ ഭദ്രകാളിയമ്മ അകമഴിഞ്ഞ് അനുഗ്രഹിച്ച ദേവശില്പി സുനിൽ തഴക്കരയ്ക്ക് മുന്നിലാണ് ഒരുമാ ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് ഇതിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. സുനിൽജി, ഇത് ഏത് ക്ഷേത്രത്തിലേക്കാണ് ചെയ്തിരിക്കുന്നത്? ഇത് ക്ഷേത്ര സങ്കല്പത്തിലേക്കുള്ള ഒരു ഭദ്രകാളി തിരുമുടിയല്ലത്. ഇത് പെരുമ്പാവൂർ വൈദ്യ ഗുരുകുലത്തിലേക്കാണ് ഈ ഭദ്രകാളി തിരുമുടി ചെയ്തിരിക്കുന്നത്. അവിടെ കളരിയിൽ സ്ഥാപിക്കാനായിട്ടാണ്. കളരിയിൽ അവിടെ നാലുകെട്ടുണ്ട്, അതിൻ്റെ അറപ്പുരയിൽ സ്ഥാപിക്കാനായിട്ടാണ് ഇത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുടിപ്പുര ഉണ്ടാവും, അതിലേക്കാണ് തികച്ചും വിഭിന്നമായ രീതിയിൽ ഒരു കാളി സങ്കല്പത്തിലാണ് ഇതിൻ്റെ ഇപ്പോൾ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് ചിരപരിചിതമാണ് ചെട്ടികുളങ്ങര അമ്മയുടെ മുടി. അതെ അതെ. അത് ഇതുമായി എന്താണ് വ്യത്യാസം എന്ന് പറയാം? അമ്മയുടെ ചെട്ടികുളങ്ങര അമ്മയുടെ തിരുമുടി എന്ന് പറയുന്നത് വിശ്വരൂപത്തിലുള്ളതാണ്. ഇത് തളപ്പുറത്തിരിക്കുന്ന അമ്മയാണ് ചെട്ടികുളങ്ങരയിലുള്ളത്. പക്ഷേ ഇതല്ല, ഇത് എഴുന്നള്ളിപ്പ് മുടിയാണ്. മറ്റേത് വർഷത്തിൽ കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ 13 കരകളുടെ എതിരിപ്പുമായി ബന്ധപ്പെട്ടുമാണ് ആ ഭദ്രകാളി തിരുമുടിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പോകുന്നത്. ഇത് അതല്ല, ഇത് പ്രതിഷ്ഠയാണ്, എന്നാൽ എഴുന്നള്ളിപ്പിനുള്ളതുമാണ്. ആ രീതിയിൽ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലാണ്, തിരുവനന്തപുരത്തും ചില ക്ഷേത്രങ്ങളിലും ഉണ്ട് മുടി എഴുന്നള്ളിപ്പുകൾ. ആറ്റുകാലുണ്ട്, പിന്നെ അങ്ങനെ എന്തെങ്കിലും പട്ടാഴിയിൽ, മണ്ണടിയിൽ, അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഭദ്രകാളി തിരുമുടിയുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മധ്യ തിരുവിതാംകൂറിലാണ്, കായംകുളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് തിരുമുടി ക്ഷേത്രങ്ങളുള്ളത്. അപ്പോൾ തിരുമുടി ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഭദ്രകാളിയുടെ ശാന്തസ്വരൂപത്തിലുള്ള ഒരു ക്ഷേത്രവും കാണും. ഇത് രൗദ്രഭാവത്തിലുള്ള തിരുമുടി. ഇപ്പം ഇത് വർഷത്തിലൊരിക്കൽ രണ്ട് തരത്തിലും ചെയ്യുന്നു. ഉണ്ട്. ഭദ്രകാളി തിരുമുടി എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ അതിരൗദ്രഭാവമാണ് ഇതിനകത്ത് ശില്പഭാഗത്ത് ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. അമ്മ ദാരുകനെ കൊന്ന് നിൽക്കുന്ന ആ നിമിഷത്തിൻ്റെ ആ കോപത്തിൻ്റെ ആ കോപാഗ്നി, അല്ലെങ്കിൽ അതെന്താണോ ആ ഒരു സ്റ്റേജാണ് ഈ കാളിമുടികൾ കാണുന്നത്. അപ്പോൾ അമ്മയുടെ തലമുടികളാണ് ഈ നാഗങ്ങളെല്ലാം വിസ്തരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മുടെ തലമുടികളൊക്കെ നാഗങ്ങളായി മാറി ദാരുകനെ കൊന്ന സത്യത്തെ അത്രയ്ക്ക് കോപത്തിൻ്റെ ആ ഒരു തീഷ്ണത നമുക്ക് അതിനകത്തൂടെ അത് ആ ക്ഷേത്രത്തിലുണ്ട് ദർശിക്കാൻ. ഇത് അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കലേ കാളി മുടിപ്പുരകൾ തുറക്കാറുള്ളൂ. കാരണം ഇത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു രൂപമല്ലാത്തത് കൊണ്ട് വർഷത്തിലൊന്ന് നട തുറന്നാൽ ആ വിശേഷത്തിൽ രാത്രിയിൽ എഴുന്നള്ളിപ്പിന് ശേഷം കാളിയാമത്തിലോ ഒക്കെ ഗുരുതി നടത്തി അമ്മയെ ശാന്തയാക്കി ശാന്തസ്വരൂപിണിയാക്കി നടയടയ്ക്കുന്നു എന്നാണ്. അതിനോട് മുമ്പ് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അതിനോട് ചേർന്ന് നിത്യം ആരാധിക്കാനുള്ള ദേവിയും കൂടെ ആ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും. എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. മുടിപ്പുരയുണ്ട്, ഭഗവതിയുടെ ക്ഷേത്രമുണ്ട്. അത് മുടിപ്പുരയിൽ നമ്മൾ നട തുറക്കാറുമില്ല, വർഷത്തിലൊന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ദാരിക നിഗ്രഹത്തിൻ്റെ ഒരു നാടക രൂപമായി തന്നെയാണ് ഇതിൻ്റെ മുടി എഴുന്നള്ളിപ്പും മുടിപ്പേച്ചുമൊക്കെ വരുന്നത്. അത് വീണ്ടും പുനരാവിഷ്കരിക്കലാണ് അവിടെ രാത്രിയിൽ ഈ മുടിപ്പേച്ചിലൂടെ കാണുന്നത്. അത് പല ക്ഷേത്രങ്ങളിലും ഞാനിപ്പോൾ പഠനം നടത്തിയപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആചാര രീതികളാണ്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലൊന്നാണെങ്കിൽ പട്ടാഴി, മണ്ണടി ക്ഷേത്രങ്ങളിലൊക്കെ ആചാരത്തിലൊക്കെ അവരുടെ വ്യത്യാസമുണ്ട്. നമ്മുടെ ക്രമപ്രകാരവും ചിട്ടപ്രകാരവും ഒക്കെ വ്യത്യാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ നാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഒരു ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഈ മേഖലയിൽ എന്തെങ്കിലും പുരസ്കാരങ്ങൾ? ഈ മേഖലയിൽ 2021 സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ഭദ്രകാളി തിരുമുടിക്ക് കിട്ടിയിട്ടുണ്ട്. 2022 മലബാർ ദേവസ്വത്തിൻ്റെ ദാരുശില്പ പുരസ്കാരം, അത് ക്ഷേത്ര നിർമ്മാണ ശില്പം ഇതിനു വേണ്ടി തന്നിട്ടുണ്ട്.
പിന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പെരുന്തച്ചൻ പുരസ്കാരം സംസ്ഥാനം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നിരവധി ദേശീയ അവാർഡ് ഭാരത് സേവ സമാജിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും ആദരിക്കലും ഒക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് അറിവുകൾ നേടാൻ ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. കാരണം മുമ്പ് പറഞ്ഞ പോലെ പറഞ്ഞു തരാൻ ഇതൊന്നും ഈ തലമുറയ്ക്ക് ആരും, അവരൊക്കെ അന്യം നിന്ന് പോയി. കാരണം ഇതൊക്കെ നിന്ന് പോയി ഒരു ഇടക്കാലത്ത് ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു തരാനൊക്കെ ഉള്ളവർ ആരുമില്ല. അപ്പോൾ ഇതിനെ ഒരു വലിയ പഠനം നടത്തുക. അത് വേറെ ഈ ആർട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ രവിവർമ്മ ഫൈനാൻസ് കോളേജിൽ പെയിൻറ്റിങ്ങിൽ ബിരുദമെടുത്തതാണ്. ഇത് എന്ത് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ആദ്യകാലങ്ങളിലൊക്കെ ഇവർ ചുവർചിത്ര ശൈലിയിലുള്ള സാധാരണ നിറച്ചാർത്തുകളായിരുന്നു ചുവർചിത്രത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് അധികം നാൾ നിൽക്കാറില്ല ഇപ്പം. കാരണം അവിടുത്തെ വിളക്ക് കത്തിരിയൊക്കെ വരുമ്പോഴത്തേക്കിന് ഇത് കളറ് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അത് മങ്ങാറുണ്ട്, കരി പിടിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോഴത്തെ ഇനാമിൽ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒന്ന് തുടയ്ക്കാനും തൂക്കാനും. പിന്നെ അതേ ശൈലിയാണ്, ചിത്രരചനാ ശൈലിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. വരയുടെ ശൈലി, കളറിനകത്തൊരു വ്യത്യാസമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ എൻ്റേതായിട്ടുള്ള ചില ശൈലികളുമൊക്കെ ഞാൻ ഇതിനകത്ത് കൊണ്ടുവരാറുണ്ട്. സഹായികളായിട്ട് നമുക്കൊരു ചേട്ടനുണ്ട്, ഇതിൻ്റെ ചട്ടം പണിയാനൊക്കെ ഉണ്ട്. അദ്ദേഹം വിശ്വംഭരൻ ചേട്ടൻ എന്ന് പറയും, അദ്ദേഹമുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ ചിത്രകാരിയാണ്, അധ്യാപികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ചില നിർദ്ദേശങ്ങളുമൊക്കെ ഇടയ്ക്ക് വരും. മകളും ചിത്രകാരിയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിനെ ഫൈനാൻസ് കോളേജിൽ പഠിച്ചത്. മകളിപ്പോൾ BA ആനിമേഷന് സെൻറ്റ് ജോസഫ്സ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നു. അതിങ്ങനെ ഉണ്ട്. പിന്നെ ഒരു ശിഷ്യനുണ്ട്, അഭിജിത്ത് കുരമ്പാല എന്ന് പറയുന്ന ഒരു ശിഷ്യൻ. അദ്ദേഹം സ്വന്തമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു, എന്നാലും എൻ്റെ കൂടെ ഉണ്ട് അദ്ദേഹവും. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നമ്മളതിൻ്റെ പിന്നിലുണ്ട്, നമ്മളെ സഹായിക്കാനും. പിന്നെ ഇതിലൊക്കെ ഒരുപാട് പേരുടെ പ്രചോദനം നമുക്ക് ഉണ്ട്. ഗുരുസ്ഥാനീയരായിട്ടുള്ള ക്ഷേത്ര തന്ത്രിമാരുണ്ട്. ചിറ്റളങ്ങര ക്ഷേത്രം, മലയാലപ്പുഴ ക്ഷേത്ര തന്ത്രി, അങ്ങനെ നിരവധിയായിട്ടുള്ള ക്ഷേത്ര തന്ത്രികൾ നമ്മൾ ഒരുപാട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ വലിയൊരു നമുക്കൊരു ഇതൊക്കെ കൊണ്ടുവരാൻ വലിയൊരു പ്രചോദനമാണ്. സാധാരണ പൂർവികർ ചെയ്തു വരുന്ന ആചാരപ്രകാരം നമ്മൾ വരിക്കപ്ലാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ വൃക്ഷം കണ്ടെത്തുക, ലക്ഷണമൊത്ത് വരിക്കപ്ലാവ് കണ്ടെത്തണം. അതിനെ ശില്പി പോയി കണ്ട് അതിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ നോക്കി ഭഗവതിക്ക് ഇഷ്ടമാണോ എന്നറിയണം. പിന്നെ ദൈവീഹിതം പ്രശ്നത്തിൽ നമ്മൾ നോക്കാറുണ്ട്. അതിന് ശേഷമാണ് ഈ വൃക്ഷത്തെ നമ്മൾ ഉറപ്പിക്കുന്നത്. പിന്നെ താന്ത്രിക സ്ഥാനത്തുള്ള അവർ വൃക്ഷപൂജ ചെയ്ത് നിലത്ത് മണ്ണിൽ തൊടാതെ വെട്ടിയിടുക. അതിനുശേഷം ഉത്തമമായ സമയം നോക്കി നമ്മൾ ഉളുകുത്ത് കർമ്മം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ശില്പഭാഗങ്ങൾ നിർമ്മാണങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ കാലഘട്ടം ഇതിന് വേണ്ടി വരുന്നുണ്ട്. ഞാനിതിന് ചെയ്യുന്ന ആരോടും ഒരു സമയം പറഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പിന്നെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്. ഈ നാടിന് പ്രത്യേകതയുണ്ട്, വൃക്ഷപൂജയ്ക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് തലക്കര. വൃക്ഷപൂജയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തലക്കര ഐവാല ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വൃക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദാരുശില്പങ്ങളിരിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ശക്തി സ്വരൂപിണിയാണ്, ഭഗവതിക്കാണ് കൂടുതലും വിഗ്രഹങ്ങളുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ശക്തി കൂടുതലുണ്ട്. അത് വൃക്ഷമായതുകൊണ്ടാണ്. ഇത് പിന്നെ എങ്ങനെ പഠിച്ചതാണോ അത് പാരമ്പര്യമായ കിട്ടിയ? ഞങ്ങൾ പാരമ്പര്യമാണ്, എങ്കിലും ഭദ്രകാളിമുടി നിർമ്മാണത്തിലോട്ട് വന്നത് എങ്ങനെയോ ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് വന്നത്. ചിറ്റളങ്ങര ക്ഷേത്രവുമായി നിർമ്മാണത്തിലും അതുപോലെ ചുനക്കര തിരുവരൂർ മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ ദാരുശില്പങ്ങളുടെ നിർമ്മാണത്തിലുമൊക്കെ അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം. പിന്നെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ ഉപരി നിരവധി ക്ഷേത്രങ്ങളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭദ്രകാളി മുടികൾ ഈ പരിഹരിക്കാൻ, അതിൻ്റെ ജീർണത പരിഹരിക്കാനും പുതിയ നിറം കൊടുക്കാനും ഒക്കെ വലിയ അവസരങ്ങൾ കിട്ടി. അപ്പോൾ ഞാൻ അതിലൂടെ അതിനെ ഒരു പഠനം നടത്തി, നിരീക്ഷണം നടത്തി, ഗവേഷണം നടത്തി. അപ്പോൾ അതിൽ നിന്നൊരു അറിവുകൾ നേടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അനുകരിക്കലാണ് ചെയ്യുന്ന. വേറെ രീതിയിലുള്ള എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യുവാനുള്ള ഇല്ല. അങ്ങനെ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് ഇതിനെ തന്നെ വലിയ ഗ്രന്ഥവിതയേ ഉള്ളൂ, അല്ലാതെ നമുക്കതൊന്നും എഴുതപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് നോക്കി അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക, അതിൻ്റെ നിർമ്മാണ ശൈലി നോക്കുക, അതിൻ്റെ ചിത്രപ്പണികളുടെ ഭംഗി
അതൊക്കെ അതേ രീതിയിൽ പകർത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഉപാസനാപരമാണ് ഇതിൻ്റെ പിന്നിൽ ഇതൊരു നിയോഗമാണ്. നിയോഗമുണ്ട്, അങ്ങനെ അത് ചെയ്യുന്നു.